ഹായ് ഹലോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേഗം കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാൻ തൂക്കുപാത്രമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇന്ന് പായസമൊക്കെ ഉണ്ട്. കാരണം എൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ അമ്പലത്തിലൊക്കെ എത്തി പെട്ടെന്ന് തന്നെ തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ തൊഴുത് പുറത്തിറങ്ങി. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന്, എപ്പോഴും തൊഴുത് പുറത്തിറങ്ങി കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ അങ്ങനെ ചന്ദനമൊക്കെ തൊട്ടിരുന്നു. പിന്നെ വേഗം വീട്ടിൽ പോവാം, പായസവും ഒക്കെ ഉണ്ട്, എല്ലാം കൊണ്ട് പോയി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ പുട്ടും നല്ല കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ഡ്രസ്സൊക്കെ മാറ്റി വന്ന് വേഗം അത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്ന് പിന്നെ ഞാനിത് എന്തോ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് പുറത്തുനിന്ന് നല്ല പക്ഷികളുടെ കിളികൾ ആരവർക്കില്ലേ ആ സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു, വോയിസ് ഓവർ കൊടുക്കാം. പ്രത്യേകിച്ചൊന്നും പറയല്ല, ഞാൻ എന്താ പറയുക, ഞായറാഴ്ച സാധാരണ എൻ്റെ പിറന്നാൾ എൻ്റെ അറിവിലൊന്നും ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് അച്ഛനും അമ്മയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അവരില്ല, അവർ വേറെ പരിപാടിയായിട്ട് പോവാണ്. പരിപാടി എന്താ വെച്ചാൽ, ഒരു കല്യാണമാകുമ്പോൾ പെൺകുട്ടീൻ്റെ വീട് കാണുക, ആൺകുട്ടീൻ്റെ വീട് കാണുക, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഒരു വീട് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ അതൊക്കെയാണ് ഞാൻ ഈ ഇരുന്ന് വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊന്നും ഇതിലിട്ടൊന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ അച്ഛനും അമ്മയും ഒക്കെ ഒരുങ്ങുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. വീട്ടിൽ പിന്നെ ഞാനും മിന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ ആശി ഉണ്ടാവും, ചേച്ചി ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്തായാലും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസമൊക്കെ എടുത്ത് ആശിക്ക് കൊടുക്കാൻ പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉറക്കം വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതാ ചേച്ചിയും കുട്ടികളും ഇടണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയും അച്ചോളും ഓപ്പി ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വന്നു. അപ്പം ഇനി എന്തായാലും ഒരു ചായ കുടിക്കാനൊക്കെ ടൈമായപ്പോൾ ചായ കുടിക്കായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്, ഓരോ വർത്തമാനമൊക്കെ പറയണം. അപ്പോൾ ഉണ്ണിയേട്ടനും ചേച്ചീൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതങ്ങനെ കട്ട് ചെയ്യാനുള്ള ഇതിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കട്ടൊക്കെ ചെയ്തു. എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് ഉണ്ണിയേട്ടനോടും മുളച്ചിനോടും താങ്ക്സ്. പിന്നെ ഇതെന്താണെന്ന് സംഭവിച്ചാൽ, അത് ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി മുറിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുട്ടേട്ടൻ്റെ വക. ഇപ്പോൾ ജെമിനി ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിനും ജെമിനിയോട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ പറ്റിയിട്ടൊരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും കൂടി ഒന്ന് കുളത്തിൽ നീന്താൻ പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉണ്ട്. മക്കൾക്ക് എന്താ പറയുക, കുളത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം പോയി. അപ്പോൾ അച്ചോളില്ല, അച്ചോക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അച്ചോൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ കുളത്തിലെത്തി. ഭയങ്കര ശാന്തമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഞങ്ങളെത്തി 10 മിനിറ്റ് കൊണ്ട് ആ ശാന്തതയൊക്കെ എന്തായാലും അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരു 2-2.5 മണിക്കൂർ ആ വെള്ളത്തിൽ തന്നെയായിരുന്നു നീന്തലും. എന്താ പറയുക, അങ്ങനെ എന്താ പറയുക, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു 6 മണി കഴിഞ്ഞ് 6:30 ആവാൻ നേരത്താണ് അവിടെ നിന്ന് കയറി പോന്നത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും പിന്നെ ഡ്രസ്സൊക്കെ മാറി അമ്മ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ കുടിച്ചു. എന്തായാലും അത്ര നേരം വെള്ളത്തിൽ കിടക്കായിരുന്നല്ലോ. പിന്നെ അതാ ഇവിടെ യൂനോ കാർഡിൻ്റെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് എന്തായാലും എല്ലാവരും ഉള്ള സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ മന്തി അൽഫാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്താ പറയുക, ഒരു നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, ആരുമില്ല, ഒറ്റയ്ക്കുള്ള അങ്ങനെ സാധാ ഒരു ദിവസമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടി വന്ന് ഇന്നത്തെ ദിവസം കണ്ട് കളറാക്കി തന്നു. എന്താ പറയുക, ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണല്ലോ എല്ലാം ഉണ്ടായത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ചേച്ചി, കണ്ണൻ എല്ലാവരും ഉണ്ട്, ഓരോരുത്തരായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അപ്പുട്ടേട്ടനും വല്യമ്മയും വലിയച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും കഴിച്ച് കഴിഞ്ഞു. പിന്നെ അതാ ഉണ്ണിയേട്ടനും ചേച്ചിയും മക്കളൊക്കെ പോവായി. അവർ പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി ആവാറായിട്ട്, 9:30 9:45 ആവാറായിട്ടുണ്ട് എന്തായാലും പോകാനായിട്ട്. അവർക്ക് ഇനിയിപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ, പട്ടാമ്പിക്ക് അടുത്ത് എത്തണമല്ലോ. അങ്ങനെ പിന്നെ അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് രാത്രി പോയി. അപ്പോൾ ഇന്ന് എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും താങ്ക് യു. എനിക്ക് ഒരുപാട് ആൾക്കാർ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ താങ്ക് യു. അപ്പോൾ ഓക്കെ, ബായ്.